ഇന്നിവിടെ വന്നിരിക്കുന്നത് പുതിയകാവ് മാവേലിക്കരയുള്ള ദീപം ലോ അക്കാഡമിയിലെ LLB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ്. നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നമ്മളിന്ന് കുറച്ച് കറണ്ട് അഫയേഴ്സാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും കാണുക, കേട്ട് പഠിക്കുക കേട്ടോ. നമുക്ക് നേരെ ഇങ്ങോട്ട് കടക്കാം, ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഇന്നലെ ചെയ്തിരുന്നു. അതിൻ്റെ ബാക്കിയായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ നമ്മൾ ഇപ്പോൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണ്. അപ്പം ഇപ്പോഴത്തെ ലോകസഭാ സ്പീക്കർ ആരാണെന്നറിയാമോ? ഇപ്പോഴത്തെ ലോകസഭാ സ്പീക്കർ ആരാണ്? ഓം ബിർള. ഓം ബിർളയാണ് ഇപ്പോഴത്തെ ലോക്സഭാ സ്പീക്കർ. പ്രസന്റ് സ്പീക്കർ ഓഫ് ലോക്സഭ. ആൻസർ ഓം ബിർള. പ്രസന്റ് സ്പീക്കർ ഓഫ് ലോക്സഭ. ആൻസർ ഓം ബിർള. അതുപോലെ ലോക്സഭയുടെ ഇപ്പോഴത്തെ സ്പീക്കർ ആരാണ്? ഓം ബിർളയാണ്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണെന്നറിയാമോ? ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. DY ചന്ദ്രചൂഡ് പ്രസന്റ് സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസ്. ആൻസർ DY ചന്ദ്രചൂഡ്. അല്ലെങ്കിൽ DY ചന്ദ്രചൂഡ് ഈസ് ദ പ്രസന്റ് ചീഫ് ജസ്റ്റിസ് ഓഫ് സുപ്രീം കോർട്ട്. സുപ്രീം കോടതിയുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? DY ചന്ദ്രചൂഡാണ്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ കേരള ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? ആശിഷ് ജിതേന്ദ്ര ദേശായി. ആശിഷ് ജിതേന്ദ്ര ദേശായി ഈസ് ദ പ്രസന്റ് ചീഫ് ജസ്റ്റിസ് ഓഫ് കേരള ഹൈക്കോർട്ട്. കേരള ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? ആശിഷ് ജിതേന്ദ്ര ദേശായി. അതുപോലെ തന്നെ കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? അരുൺകുമാർ മിശ്ര. അരുൺകുമാർ മിശ്രയാണ് കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ. പ്രസന്റ് ചെയർമാൻ ഓഫ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. ആൻസർ അരുൺകുമാർ മിശ്ര. അതുപോലെ തന്നെ കേന്ദ്ര വനിതാ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷ ആരാണ്? രേഖാ ശർമ്മയാണ്. കേന്ദ്ര വനിതാ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷ ആരാണ്? രേഖാ ശർമ്മയാണ്. രേഖാ ശർമ്മ ഈസ് ദ പ്രസന്റ് ചെയർപേഴ്സൺ ഓഫ് നാഷണൽ വുമൻ കമ്മീഷൻ. കേന്ദ്ര വനിതാ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷ ആരാണ്? രേഖാ ശർമ്മയാണ്. അതുപോലെ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ്? S മണികുമാർ. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ്? S മണികുമാറാണ്. S മണികുമാർ ഈസ് ദ പ്രസന്റ് ചെയർമാൻ ഓഫ് കേരള സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. അതുപോലെ കേരളത്തിലെ വനിതാ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷ ആരാണ്? P സതീദേവിയാണ്. P സതീദേവിയാണ് കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷ. P സതീദേവി is the present chairperson of Kerala State Women Commission. Kerala State Women Commission. അതുപോലെ തന്നെ കേരള PSCയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആര്? കേരള PSCയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ഡോക്ടർ MR ബൈജു ആണ്. ഡോക്ടർ MR ബൈജു is the present chairman of കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ, അല്ലെങ്കിൽ കേരള PSC. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്, ഇന്ത്യയുടെ ഇപ്പോഴത്തെ സോളിസിറ്റർ ജനറൽ ആരാണ്? ഇന്ത്യയുടെ ഇപ്പോഴത്തെ സോളിസിറ്റർ ജനറൽ ആരാണ്? തുഷാർ മേത്ത. ആരാണ്? തുഷാർ മേത്ത. തുഷാർ മേത്ത ഈസ് ദ പ്രസന്റ് സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഇപ്പോഴത്തെ സോളിസിറ്റർ ജനറൽ ആരാണ്? തുഷാർ മേത്തയാണ്. അതുപോലെ തന്നെ തുഷാർ മേത്തയാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ സോളിസിറ്റർ ജനറൽ. ഇന്ത്യയുടെ ഇപ്പോഴത്തെ സോളിസിറ്റർ ജനറൽ ആരാണ്? തുഷാർ മേത്തയാണ്. തുഷാർ മേത്ത ഈസ് എ പ്രസന്റ് സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. അതുപോലെ തന്നെ കേരളത്തിലെ ഇപ്പോഴത്തെ ഗവർണർ നമുക്ക് എല്ലാവർക്കും അറിയാറാണ്? ആരിഫ് മുഹമ്മദ് ഖാനാണ്. പ്രസന്റ് ഗവർണർ ഓഫ് കേരള. ആൻസർ എന്താണ്? ആൻസർ ആരിഫ് മുഹമ്മദ് ഖാൻ. ആരിഫ് മുഹമ്മദ് ഖാൻ ഈസ് ദ ഗവർണർ ഓഫ് കേരള. അതുപോലെ തന്നെ കേരളത്തിന്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി നമുക്ക് എല്ലാവർക്കും അറിയാം. കേരളത്തിൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആരാണ്? ശ്രീ പിണറായി വിജയനാണ്. പിണറായി വിജയൻ ഈസ് ദ പ്രസന്റ് ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള. കേരളത്തിൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്.
കേരളത്തിന്റെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് ആരാണ്? വി ഡി സതീശനാണ്. വി ഡി സതീശൻ ഇസ് ദ പ്രസന്റ് ഒപ്പോസിഷൻ ലീഡർ ഓഫ് കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി. കേരള നിയമസഭയിലെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് ആരാണ്? വി ഡി സതീശൻ. ആരാണ്? വി ഡി സതീശനാണ്. അതുപോലെ തന്നെ കേരള നിയമസഭയിലെ ഇപ്പോഴത്തെ സ്പീക്കർ ആരാണ്? എ എൻ ഷംസീർ. ഈസ് ദ സ്പീക്കർ ഓഫ് കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി. കേരള നിയമസഭയിലെ ഇപ്പോഴത്തെ സ്പീക്കർ ആരാണ്? എ എൻ ഷംസീർ. അതുപോലെ കേരള നിയമസഭയിലെ ഇപ്പോഴത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? കേരള നിയമസഭയിലെ ഇപ്പോഴത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? ചിറ്റയം ഗോപകുമാർ. ഇസ് ദ പ്രസന്റ് ഡെപ്യൂട്ടി സ്പീക്കർ ഓഫ് കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി. കേരള നിയമസഭയിലെ ഇപ്പോഴത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? ചിറ്റയം ഗോപകുമാർ ആണ്. അതുപോലെ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് കറണ്ട് അഫയേഴ്സ് പറഞ്ഞു. ഈ ക്വസ്റ്റ്യൻസ് എന്താണ്? പരീക്ഷകൾക്ക് കൂടുതൽ ഉപകാരപ്പെടുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ഞാനിവിടെ വന്നത് പുതിയകാവ് മാവേലിക്കരയുള്ള ദീപം ലോ അക്കാഡമിയുടെ LLB എൻട്രൻസ് കോച്ചിങ് ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസുകൾ ഡിസ്കസ് ചെയ്യാനായിട്ടാണ്. വീഡിയോ കാണുന്നവർ തുടർച്ചയായിട്ട് കാണുക. ഈ ക്വസ്റ്റ്യൻസ് ഏവർക്കും പ്രയോജനപ്പെടുന്നതാണ്, ആർക്കും കാണാവുന്നതാണ്, കേട്ട് പഠിക്കാവുന്നതാണ്. ഇത് പരീക്ഷകളിൽ ഉപകാരപ്പെടുന്നതുമാണ്.